അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഡെവിൾഡ് എഗ്സ്. ഡെവിൾഡ് എഗ്സ് ഞാൻ ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാണാൻ നല്ല ഭംഗിയാണ്. സ്പൈസി ആക്കുന്നതിനാണ് ഈ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ കഴിക്കാനൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഡെവിൾഡ് എഗ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമായിട്ട് കഴിക്കാം. ഈ ഡെവിൾഡ് എഗ്സ് എന്ന് ഇതിന് പേര് വരാൻ കാരണം ഡെവിൾ എന്ന് പറയുന്നത് നരകത്തിലെ ഒരു ആളാണല്ലോ. അപ്പം നരകത്തിൽ എപ്പോഴും ചൂടും ഹോട്ടുമാണ്. അപ്പം ആ ഹോട്ട് സ്പൈസി ആയ ഒരു എഗ്ഗാണ് ഇതെന്ന് സൂചിപ്പിക്കാനാണ് അവരിതിനെ ഡെവിൾഡ് എഗ്സ് എന്ന് പേരിട്ടേക്കണേ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. ഇതൊരു ഹെൽത്തി വേർഷനാണ്. ഇതിന് മുട്ട പുഴുങ്ങിയതാണ് വേണ്ടത്. ഇത് വെച്ച് ഡെവിൾഡ് എഗ്സ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ മുട്ടയെല്ലാം തൊണ്ട് കളഞ്ഞ് കൃത്യം രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ യെല്ലോ ഭാഗം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുറച്ച് സ്പൈസസ് എല്ലാം മിക്സ് ചെയ്ത് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലൂടെ ഇതിൽ തന്നെ നിറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് വേണമെന്നില്ല, നമ്മൾ സ്പൂൺ കൊണ്ട് കറക്റ്റായിട്ട് വെച്ചാലും മതി. മുട്ടയുടെ മഞ്ഞ ഇതുപോലെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിൽ കുറച്ച് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയോണൈസ് ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. ഏകദേശം 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കാനുണ്ട്. 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുവാണ്. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. കട്ടകളൊക്കെ ഉടച്ച് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം. അപ്പം ഞാനിത് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇടുവാണ്. അത് കഴിഞ്ഞ് ഇത് മുട്ടയുടെ ഉള്ളിലേക്ക് പൈപ്പിംഗ് ചെയ്ത് ഷേപ്പിൽ ആക്കിയെടുക്കുവാണ്. അപ്പം നമ്മുടെ എഗ് വൈറ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എഗ് യോക്ക് ഇനി ഇതിലേക്ക് പൈപ്പിംഗ് ബാഗിലൂടെ ഇടാൻ പോവാണ്. അപ്പം നമ്മുടെ ഡെവിൾഡ് എഗ്സ് റെഡിയായി. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ ഈ പൊമഗ്രാനൈറ്റിന്റെ ഓരോ സീഡ് വെച്ച് കൊടുക്കാൻ പോവാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയുടെ ഓരോ പീസുകളും കൂടെ ഇതിന്റെ മുകളിൽ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലിയിലയൊക്കെ ഇട്ടു. ഇനി ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് കുറച്ച് എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആക്കുന്നതിനാണ് ഈ കുറച്ച്
ക്രഷ്ഡ് ചില്ലി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഡെവിൾഡ് എഗ്സ് സൂപ്പർ അല്ലേ? അടിപൊളിയാ, ടേസ്റ്റും അടിപൊളിയാ, കാണാനും അടിപൊളിയാ. ഈസ്റ്ററോ ക്രിസ്മസോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ നടക്കുമ്പം വീട്ടില് എല്ലാവരും സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈസ്റ്ററൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഡെവിൾഡ് എഗ്സ് ഒക്കെ ഉണ്ടാക്കി അത് സ്റ്റാർട്ടറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഡെവിൾഡ് എഗ്സ് ഞാൻ ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാണാൻ നല്ല ഭംഗിയാണ്. സൂപ്പറാ. ഈ മഞ്ഞയ്ക്ക് ആ സ്പൈസസ് ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി റെസിപ്പി അല്ലേ, എന്നാൽ ഹെൽത്തിയാണ്. Okay, thank you for watching. See you in another video. Bye.